വൃശ്ചികം രാശിയിൽ വരുന്ന ശനി ദശാനാഥനായിട്ടുള്ള അനിഴം അനുരാധ നക്ഷത്രത്തിൽ ജനിച്ച പ്രശസ്തരായ വ്യക്തികൾ താഴെ പറയുന്നവരാണ്. കല, രാഷ്ട്രീയം, കായികം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ ഈ നക്ഷത്രക്കാരായുണ്ട്. പ്രശസ്തരായ അനിഴം നക്ഷത്രക്കാർ: ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി; ലതാ മങ്കേഷ്കർ, ലോകപ്രശസ്ത ഗായിക; ബാലമുരളീകൃഷ്ണ, പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ; ശിവജി മഹാരാജ്, മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ; ബ്രൂസ് ലീ, വിശ്വപ്രസിദ്ധ ആയോധന കലാകാരനും നടനും; നരേന്ദ്രമോദി, ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി; ജിം മോറിസൺ, വിഖ്യാത അമേരിക്കൻ ഗായകൻ; ദ ഡോസ്, സദ്ദാം ഹുസൈൻ, ഇറാഖിന്റെ മുൻ ഭരണാധികാരി; അനുരാധ പട്ടേൽ, പ്രശസ്ത ഹിന്ദി ചലച്ചിത്രനടി; ബോറിസ് ബെക്കർ, വിഖ്യാത ടെന്നീസ് താരം. അനിഴം നക്ഷത്രത്തിന്റെ പ്രധാന പ്രത്യേകതകൾ: അനിഴം നക്ഷത്രക്കാർ പൊതുവെ താഴെ പറയുന്ന സ്വഭാവഗുണങ്ങൾ ഉള്ളവരായിരിക്കും. ദൃഢനിശ്ചയം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പരിശ്രമിക്കുന്നവരാണ് ഇവർ. സൗഹൃദം. ഈ നക്ഷത്രത്തിന്റെ ദേവതമിത്രനായതുകൊണ്ടുതന്നെ ഇവർക്ക് സൗഹൃദബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന സ്വഭാവമുണ്ട്. യാത്രാപ്രേമം. വിദേശയാത്രകളോടും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനോടും ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. കലാപരമായ കഴിവ്. സംഗീതം, അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിൽ തിളങ്ങാൻ ഇവർക്ക് സഹജമായ കഴിവുണ്ട്. അനിഴം നക്ഷത്രക്കാരെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ ഫലങ്ങൾ 2026 അറിയാനോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളും സ്വഭാവ സവിശേഷതകളും താഴെ നൽകുന്നു. ശനി ദശാനാഥനായ ഈ നക്ഷത്രം വൃശ്ചികം രാശിയിലാണ് വരുന്നത്. 2026 പൊതുഫലങ്ങൾ. ഈ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് മിശ്രിതമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കരിയർ. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. കഠിനാധ്വാനം ഫലം കാണുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല സമയമാണ്. സാമ്പത്തികം. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. ആരോഗ്യം. ശാരീരികമായി വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും. കുടുംബം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ പല കാര്യങ്ങളിലും വലിയ സഹായമാകും. അനിഴം നക്ഷത്രത്തിന്റെ ഗുണദോഷങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ ഇവയാണ്. ഗുണങ്ങൾ. ദോഷങ്ങൾ. മികച്ച സംഘാടനശേഷി. പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണത. ആത്മാർത്ഥതയുള്ള സുഹൃത്ത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക. പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സ്. ചില സമയങ്ങളിൽ കഠിനമായ വാശി കാണിക്കും. എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസപ്പെടും. പരിഹാരങ്ങളും ആരാധനയും. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും താഴെ പറയുന്നവ ഗുണകരമാണ്. 1. ശനിപ്രീതി. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാജനം വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. 2. മന്ത്രം ഓം മിത്രയ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. 3. ദാനം. പാവപ്പെട്ടവർക്കോ അവശത അനുഭവിക്കുന്നവർക്കോ ശനിയാഴ്ചകളിൽ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. 4. അനുകൂല നിറങ്ങൾ. നീല, കറുപ്പ്, ചുവപ്പ്. അനിഴം നക്ഷത്രക്കാരുടെ സാമ്പത്തിക വശം. കണ്ടകശനിക്കാലത്തെ സ്വാധീനം, വിവാഹപ്പൊരുത്തം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. സാമ്പത്തിക ഉയർച്ച. അനിഴം നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലരാണ്. അതിനാൽ തന്നെ സാമ്പത്തികമായി ഇവർ പടിപടിയായ ഉയർച്ച കൈവരിക്കും. വരുമാന സ്രോതസ്. സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കുന്നവരാണ് ഇവർ. 30 വയസ്സിനു ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടുകയും 45 വയസ്സിനു ശേഷം വലിയ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും. നിക്ഷേപം. ഭൂമി, കൃഷി അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം എന്നിവയിലൂടെ ഇവർക്ക് നല്ല സാമ്പത്തിക ലാഭം ലഭിക്കാറുണ്ട്. ശ്രദ്ധിക്കാൻ. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പലപ്പോഴും നഷ്ടങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2. കണ്ടകശനി 2026 അവസ്ഥ. നിലവിൽ ശനി കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. വൃശ്ചികം രാശിയിൽ വരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഇത് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. ശനി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. സ്വാധീനം. ജോലിയിൽ അമിതമായ ജോലിഭാരം, കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ യാത്രാക്ലേശം എന്നിവ അനുഭവപ്പെടാം. വീടുപണിയിലോ വാഹനസംബന്ധമായ കാര്യങ്ങളിലോ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പരിഹാരം. ശനിയാഴ്ചകളിൽ നീരാജനം കത്തിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. 3. വിവാഹപ്പൊരുത്തം.
അനിഴം നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. വിവാഹകാര്യങ്ങളിൽ താഴെപ്പറയുന്ന നക്ഷത്രക്കാരുമായി ഇവർക്ക് മികച്ച പൊരുത്തം കാണാറുണ്ട്. ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ: രോഹിണി, മകയിരം, പുണർദം, മിഥുനക്കൂറ്, ഉത്രം, അത്തം, ചോതി, വിശാഖം, ഉത്രാടം. ഒഴിവാക്കേണ്ടവ: ഭരണി, പൂരം, പൂരാടം, കാർത്തിക, ചില ഘട്ടങ്ങളിൽ എന്നീ നക്ഷത്രങ്ങളുമായുള്ള വിവാഹപ്പൊരുത്തം ശ്രദ്ധിച്ചുവേണം തീരുമാനിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അനിഴം നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക.